എന്തിനാ വരാൻ പറഞ്ഞു വെച്ചത്? നിങ്ങളുടേതല്ലേ ഈ ഷെഡ്? അതെ. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിന് പണി തുടങ്ങണം. അതിന് ഇതൊന്നും പൊളിച്ചു മാറ്റി തരണം. പൊളിക്കുന്നതിന് ഷെഡ് ഇവിടെ നിന്നോട്ടെ. ഷെഡ് ഇവിടെ വന്നാൽ ഞങ്ങൾ വർക്ക്ഷോപ്പ് അവിടെ പണിയിക്കും. ബാക്കി സ്ഥലമില്ലേ, അവിടെ പണിയിച്ചാൽ മതി. ഈ ഷെഡ് നിൽക്കുന്ന സ്ഥലത്തിന് തറവാട് തന്നേക്കാം. ശങ്കരപ്പിള്ളയുടെ മോനാണോ? അതെ. ശ്രീധരൻ. ഇവൻ പട്ടാളത്തിൽ ജമീന്ദാരായിരുന്നു. ശ്രീധര, നിന്റെ അച്ഛന് മുതലും പലിശയും പലിശയ്ക്ക് കൊടുത്താണ് ഞങ്ങൾ ഈ സ്ഥലം എഴുതി വാങ്ങിയത്. ഇനി ഇവിടെ ഷെഡും കൊട്ടാരും ഒന്നും പറ്റുകയില്ല. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് പണിയണം. എങ്കിൽ പൊളിച്ചു കളഞ്ഞിട്ട് പണിതാട്ടെ. എന്താ പൊളിച്ചാൽ? അത് പൊളിക്കുമ്പോ അറിയാം. എങ്കിലും അത് ഇപ്പൊ തന്നെ അറിഞ്ഞേക്കാം. നീ ഇപ്പൊ ഒന്നിനും പോണ്ട. അല്ല, അവൻ എന്താ ചെയ്യുന്നു കാണട്ടെ. മിണ്ടാൽക്കട അവിടെ. അപ്പോ ശങ്കരപ്പിള്ള കുഴപ്പമുണ്ടാക്കാൻ തന്നെയാ ഭാവം. കുഴപ്പം എന്തോന്ന് വേണം സാറേ? നിങ്ങൾ വർക്ക്ഷോപ്പ് പണിയാൻ പോന്നു. എനിക്കൊരു ഷെഡെങ്കിലും വേണ്ടേ? ഞാൻ തറവാട് വരാൻ വന്നേ. ഇല്ല, ഇത് നമ്മൾ തമ്മിൽ പറഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ കോടതി പറയട്ടെ, ഞാൻ കോടതി വരാം. വാടാ മോനെ ശ്രീധര, ഈ വസ്തു നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. കേസിന് പോയി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തെങ്ങും അവിടെ വർക്ക്ഷോപ്പ് പണിയാന്ന് ചേട്ടൻ കരുതണ്ട. പിന്നെ എന്ത് ചെയ്യും? ചെയ്യാനൊന്നേ ഉള്ളൂ, ആ ഷെഡ് പൊളിച്ച് ദൂരെ കളയണം. അച്ഛൻ അറിഞ്ഞാൽ? അച്ഛനോട് അനുവാദം വാങ്ങിച്ചിട്ടാണോ ആരെങ്കിലും പൊളിക്കുന്നത്? ചേട്ടൻ എന്റെ കൂടെ നിൽക്കാമെങ്കിൽ സംഗതി ഞാൻ വഹിച്ചു തരാം. എന്താ പറയുന്നു? ഏറ്റു. അടിയടാ പോടാ. മേനോ സാറിന്റെ മക്കളെ ആ ശങ്കരപ്പിള്ളിയും മകനും കുറെ റെവഡിയും കൂടി തല്ലുന്നു.
നിങ്ങൾക്ക് അല്പ കഴിവൊക്കെ കാണിക്കണം, അല്ലാതെ രക്ഷയില്ല മിസ്റ്റർ മേനോൻ. ഇത് എനിക്ക് അറിയാൻ പാടാത്ത പരിപാടിയൊന്നും അല്ല. എന്നാലും ഒരു ഏറ്റുമുട്ടൽ ഒഴിവാകുന്നതിൽ ഒഴിവായിക്കോട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. രാവിലെ എവിടെ പോന്നു? കോളേജിലേക്ക്. നീയാണ് ചോണക്കുട്ടി, വിട്ടുക്കൻ വിട്ടുമിട്ടുക്കൻ. ചേട്ടനും അനിയനും കൂടെ ഇത് പ്ലാൻ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഛേ, ഒന്ന് കൂടാൻ പറ്റില്ല എനിക്ക്. ആ പിശുക്കിന്റെ നടുവിന് ഒരു തൊഴി കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ആ വർഷാപ്പിന്റെ പണി എന്ന് തുടങ്ങുന്നു? നാളെ തന്നെ തുടങ്ങാൻ പോവാ. ആരാ തടയാൻ പറ്റുമെന്ന് കാണണമല്ലോ. അയ്യോ, തടയാൻ ആര് വരാനാ? ആ പിശുക്കിനെ കൊണ്ടുപോയി ഇനി സൂപ്പ് വെച്ചാ മതി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്രയേറെ പ്രാർത്ഥിക്കണോ? ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എന്തായി? എന്ന് പറഞ്ഞ അമ്മയുടെ പിടിന്ന് രക്ഷപ്പെട്ടു പോരണ്ടേ? അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്താ അമ്മ ചോദിച്ചോ? അങ്ങനെ അങ്ങോട്ട് തുറന്നു ചോദിച്ചില്ല. എന്നാലും ചില ചോദ്യങ്ങൾ കേട്ടാ മനസ്സിലാവില്ലേ? അതിരിക്കട്ടെ, അമ്മ ഇപ്പോൾ ഇതുവഴി വരുമോ? വരാതിരിക്കില്ല. അവിടെ ആരോടും സംസാരിച്ചോണ്ട് നിൽക്കുക. എങ്കിൽ വരൂ. എങ്ങോട്ടാ? എങ്ങോട്ടായാലെന്താ, ഞാനല്ലേ വിളിക്കുന്നത്. വരില്ലേ? വരാം. വരൂ. കാറ് റിപ്പയർ ആയതുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞല്ലേ കോളേജിന്റെ ഗേറ്റിൽ നിന്ന് രാധ എന്നെ കയറ്റി വിട്ടത്? അതിനിപ്പോ എന്ത് പറ്റി? ഇവിടെ എന്തിനാ വന്നത്? എന്റെ പൊന്നുഷേ, നിന്നോടൊന്ന് സ്വൈരമായിട്ട് സംസാരിക്കാൻ ഞാൻ ഈ ഒറ്റ വഴിയേ കണ്ടുള്ളൂ. താമസിച്ച അച്ഛൻ സ്റ്റാൻഡിൽ പിടിക്കും. അച്ഛനല്ല, അമ്മ സ്റ്റാൻഡിൽ പിടിച്ചാലും ശരി, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ മതി. വന്നേ. എന്തോ ഇനി പൊയ്ക്കോളൂ. എന്താ ഒരു പേടി പോലെ? ഇതുവരെ എവിടെ പോയിരുന്നു അമ്മ ചോദിച്ചാൽ? എന്റെ കൂടെ ആയിരുന്നു എന്ന് പറയണം. അയ്യോ, എന്നാലും ഒരിക്കലും ഇത് അറിയണമല്ലോ. ഏതായാലും ഇപ്പൊ വേണ്ട. എന്റെ ഒരു കൂട്ടുകാരി കാണാൻ പോയിരുന്നു പറയാം. ശരി, എങ്കിൽ നാളെ കാണാം. ഇന്ദു, നീ ഇതുവരെ എവിടെ പോയിരുന്നു? ഞാൻ ഇനി നുണയും കൂടി പറയണ്ട. മോളെ വിട്ടിട്ട് ബാലേന്ദ്രൻ മടങ്ങുന്നത് അമ്മ കണ്ടു. BA വരെ പഠിച്ച മോക്ക് മനസ്സിലാക്കത്തക്ക വിധം അമ്മ ചില സൂചനകളൊക്കെ തന്നിരുന്നു. മോളത് ശ്രദ്ധിച്ചില്ല. ബാലേന്ദ്രൻ ചീത്തയാണെന്ന് അമ്മ പറഞ്ഞില്ല. നല്ലതൊക്കെ നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ മോളെ? ഒരിക്കലും കിട്ടാത്തതിന് വേണ്ടി ആഗ്രഹിച്ചാൽ ഒടുക്കം കിട്ടുന്നത് ദുഃഖമായിരിക്കും. അമ്മേ, എന്നെ കുറിച്ച് ഓർമ്മിക്കണമെന്നില്ല. മോളുടെ അച്ഛൻ തിരുമേനിയെ കുറിച്ച് ഒന്നും ആലോചിച്ചാൽ തരക്കടില്ല. നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞതൊക്കെ നഷ്ടപ്പെടുത്തി. ഇനിയുള്ളത് നഷ്ടപ്പെടുത്താൻ നമുക്ക് മാത്രമേ കഴിയൂ. നമ്മളുടെ അഭിമാനം, അതും കൂടി നഷ്ടപ്പെട്ടാൽ അച്ഛനും അമ്മയും കോലവും പിന്നെ കാണില്ല. ഇനി മോളുടെ ഇഷ്ടം. എന്റെ ബലമായ സംശയം. നിക്ക്, നീ സംശയിച്ചാ മതി, ബലം പിടിക്കണ്ട. അവൾ ഇന്നും കാറ് കൊണ്ടുപോകാതിരുന്നതിന്റെ ഉദ്ദേശം? ചേടാ, അത് എന്നോടാണോ ചോദിക്കുന്നത്? അവളോട് ചോദിക്കണം. അത് അവളിങ്ങോട്ട് വന്നിട്ട് വേണ്ട ചോദിക്കാൻ. എങ്കിൽ അവിടെ അടങ്ങി നിൽക്ക. നേരം വൈകി പെണ്ണിനെ കാണാത്തോണ്ട് ഞാനിവിടെ ശ്വാസം മുട്ടി നിൽക്കുമ്പോ അവിടെ ഒരു ചോദ്യോത്തര പങ്ക്തി കൊണ്ടുവന്നിരിക്കുന്നു. മിണ്ടല്ലേ മിണ്ടല്ലേ. എന്ത് പറ്റി? ഒരു മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം. ഞാൻ മുണ്ടി ആ മോട്ടോർ സൈക്കിൾ അങ്ങ് തിരിച്ചു പോകും. ആ, രാജേന്ദ്രനായിരുന്നോ? ഇവിടെ എവിടെ നിന്ന് കിട്ടി? എടീ, നീ എവിടെയായിരുന്നടി? ചോദ്യം ഒരാളോട് ചോദിച്ചിരിക്കല്ലേ ഭാഗീരഥി, പറയട്ടെ. ഇന്ന് കോളേജില് ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ലേറ്റായി. എങ്കിൽ പിന്നെ ഉഷയെ കൊണ്ട് വിട്ടിട്ട് പോകാന്ന് കരുതി. സന്തോഷം, നന്ദി പറയൂ. പക്ഷെ
അതെന്തിനാ? രാജേന്ദ്രൻ അന്യനാണോ? നമ്മുടെ കൊച്ചനല്ലയോ? നന്ദി പറയുന്നുണ്ടോ? താങ്ക്സ്. നോ മെൻഷൻ. എന്നാ ഇനി അകത്തോട്ട് കയറി ഇരുന്നാ കാപ്പി അയ്യോ കുടിക്കാം. വേണ്ടായേ, എനിക്ക് വീട്ടിൽ പോണം. എന്നാ അങ്ങനെ ആവട്ടെ. എന്തായിരുന്നു മോളെ കോളേജ് പരിപാടി? അത് അത് മോണോ ആക്ട് ആയിരുന്നോ അതോ മിമിക്രി ആയിരുന്നോ? ഏ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പെമ്പിള്ളാരോട് ചോദിക്കരുത് കേട്ടോ. ഈ പ്രായത്തിൽ പെങ്കൊച്ചുകളെ അടക്കി ഒതുക്കി വളർത്തണം.